ഹായ് എല്ലാവർക്കും നമസ്കാരം. അതുൽ സാറാണ്. എൽവിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ നമ്മുടെ HSST ഫിസിക്സ് ജൂനിയറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. വളരെ കുറച്ച് ആളുകൾ, ഏകദേശം 28 പേരെ ആ ഷോർട്ട് ലിസ്റ്റിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുൻ വർഷങ്ങളിൽ എത്ര പേര് എടുത്തു എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് പറയാം. അതോടൊപ്പം തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ HSST ഫിസിക്സ് തുടങ്ങുന്നത് നമുക്കിപ്പോൾ ഈ 2021 മുതലാണ് മോസ്റ്റ്ലി ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ എഴുതുന്നത്. 2021 കാറ്റഗറി നമ്പർ 741 2021 അതിൻ്റെ അകത്ത് ഏകദേശം 101 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. 37.67 മാത്രമേ ആ കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതിനുശേഷം നടന്ന NBTയിലാണെങ്കിൽ 33 മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് 31 പേരെ, അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന കൂടുതൽ ആളുകളെ അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഡ്വൈസുകൾ നടക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത HSST സീനിയർ പോസ്റ്റ് ആയിരുന്നു 507 2024 നടന്നത്. 10 പേരെ മെയിൻ ലിസ്റ്റ് എടുത്തു. അത് പിന്നെ ആകെ 2 ഒഴിവുള്ളൂ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. അതുകൊണ്ടാണ് 10 പേരെ എടുത്തിരിക്കുന്നത്. ഒരു റീസൺ ഉണ്ട് അതിന്, മനസ്സിലായോ? 45.33 ആയിരുന്നു അതിന്റെ കട്ട് ഓഫ്. ഇനി ഇപ്പൊ നടന്ന പരീക്ഷയുടെ, അതായത് നമ്മുടെ HSST ഫിസിക്സ് ജൂനിയറിൽ കാറ്റഗറി നമ്പർ 721 2025 അതിൻ്റെ അകത്ത് മെയിൻ ലിസ്റ്റിലാകെ 28 പേരേ ഉള്ളൂ. അതായത് ഇത്രയും നാൾ നടന്ന HSST പരീക്ഷയിൽ ഏറ്റവും കുറച്ച് ആളുകൾ, സീനിയർ ഒഴികെ കുറച്ച് ആളുകൾ എടുത്തിരിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിലാണ്. കട്ട് ഓഫോ 46 മാർക്കും. ഓക്കെ, 28 പേരെ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളൂ. 28 പേര്. അതായത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂളുകൾ, കേരളത്തിലുടനീളം നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ, എണ്ണിയാൽ പോലും ഈ പറയുന്ന 10-20 മേലെ ഒഴിവ് കിട്ടും. നമ്മളൊരു അപ്രോക്സിമേഷൻ കാൽക്കുലേഷൻ ആണെങ്കിൽ പോലും 50 മേലെ ഒഴിവുകൾ വരാൻ, ഏറ്റവും അടുത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് റിട്ടയർമെന്റ് വരാനുള്ള കാലഘട്ടമാണ് മുന്നിൽ കാണുന്നത്. അതുപോലെ പ്രൊമോഷൻസുകൾ നടക്കുന്ന കാലഘട്ടമാണ് മുന്നിൽ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഒഴിവുകൾ അനവധി ഉണ്ടാവാം. അപ്പൊ ലിസ്റ്റിൽ ആളുണ്ടെങ്കിൽ മാത്രമേ ആ ഒഴിവുകൾ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ ലിസ്റ്റ് വളരെയധികം ഷോർട്ട് ചെയ്തു. മറ്റ് മാത്സ് സബ്ജക്റ്റിൽ നിന്ന് ഈ പ്രശ്നം വന്നിട്ടില്ല. നമുക്ക് ഫിസിക്സിനാണ് മെയിനായിട്ട് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ വളരെയധികം ഷോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഒരുപാട് പോസിബിലിറ്റീസ് ഇനിയുണ്ട്. ഒരു പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ഇപ്പോൾ കുറേ കുട്ടികൾ തന്നെ ഇപ്പോൾ കേസുമായിട്ട്, ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോകുന്നുണ്ട്. ലിസ്റ്റിന്റെ ആളുകളുടെ എണ്ണം കൂട്ടണമെന്ന് പറഞ്ഞിട്ടൊരു കേസുമായിട്ട് പോകുന്ന കുട്ടികളുണ്ട്. അതൊരു നല്ല കാര്യമാണ്. കാരണം നിയമപരമായിട്ട് നമ്മളിതിനെ നേരിടണം. ഓക്കെ, അതൊരു പോസിബിലിറ്റി, അതൊരു കാര്യമാണ്. പക്ഷേ പോസിറ്റീവായിട്ട് മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ ചിന്തിക്കേണ്ടതുണ്ട്. അതായത് കേസ് അവിടെ നടക്കട്ടെ, അത് നടക്കണം, നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് വിജയം കിട്ടുന്ന രീതിയിൽ തന്നെ ചിന്തിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പോസിബിലിറ്റി നമുക്ക് ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത വേറൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഇനിയിപ്പോൾ 2 പോസിബിലിറ്റി ഉണ്ട്. അതായത് എപ്പോഴും ഒരു ലിസ്റ്റ് റദ്ദാവുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ആ ലിസ്റ്റിന് 3 വർഷം കാലാവധി ആകുമ്പോഴും, അല്ലെങ്കിൽ ആ ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം കംപ്ലീറ്റ്ലി അഡ്വൈസ് പോയി കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് 28 പേരാ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒഴിവുകളൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വർഷം തന്നെ 28 പേർക്കും അഡ്വൈസുകൾ അങ്ങ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ ലിസ്റ്റിന്റെ കാലാവധി അങ്ങ് തീരും, ഇതങ്ങ് റദ്ദാവും. അതുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യത. അതായത് 1.5 വർഷത്തിൽ വീണ്ടും ഒരു HSST ജൂനിയർ വിളിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതൊരു പോസിബിലിറ്റിയാണ്. ഇനി മറ്റൊരു പോസിബിലിറ്റി, നമ്മുടെ NVT ഫിസിക്സിന് ഇപ്പോൾ ഏകദേശം 2 വർഷം ആവാറായി നമ്മുടെ ലിസ്റ്റിന്റെ കാലാവധി. ഇനി 1 വർഷം കൂടി ആ ലിസ്റ്റിന് കാലാവധി ഉണ്ടാവുള്ളൂ. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ NVT ഫിസിക്സിന്റെ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. ഓക്കെ, അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സീനിയർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരും. കാരണം ജൂനിയറിൽ നിന്ന് സീനിയറിലേക്ക് ലിസ്റ്റിലേക്ക് എടുക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന വീണ്ടും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ പോസിബിലിറ്റീസ് പലതാണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എല്ലാ പോസിബിലിറ്റിയും നോക്കണം, കേസായിട്ട് പോകണം. പക്ഷെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത പോസിബിലിറ്റിയായ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമ്മൾ അടുത്തൊരു പഠനത്തിലേക്ക് നമ്മൾ കടക്കണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിത്തം കളയരുത്. അടുത്ത NVT ഫിസിക്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അതോടൊപ്പം നിങ്ങൾക്ക് എന്ത് സാധിക്കും? അടുത്ത ജൂനിയർ വിളിക്കുമ്പോഴും വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ്. അപ്പോൾ നമ്മൾ മുന്നേ കൂട്ടി നേരത്തെ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ ഈസിയാകും. അവസാന നിമിഷം പഠിക്കാനൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് താഴെ പോകുന്നത്. അപ്പോൾ എൽവിക്കും അതിനോടൊപ്പമാണ്, അതായത് എൽവിക്കും പുതിയ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ NVT ഫിസിക്സിന്റെ ഒരു NVT 30 എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ബാച്ചും 30 പേരടങ്ങുന്ന ഒരു ബാച്ചും പിന്നെ ഒരു HSST ഫിസിക്സിന്റെ ജനറൽ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പുതിയ മെറ്റീരിയലുകളാണ്. അതായത് ഇത്രയും നാൾ നടന്ന ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് സയന്റിഫിക് ഓഫീസർ, HSST ജൂനിയർ, സീനിയർ എല്ലാ പരീക്ഷയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പുത്തൻ മെറ്റീരിയൽ, പഴയ ക്ലാസ്സുകളോ പഴയ നോട്ടോ ഒന്നുമില്ല, പുതിയ നോട്ടുകളും പുതിയ രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരികയാണ്. അതോടൊപ്പം തന്നെ ജനറൽ ടോപ്പിക്കിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ, അതായത് നമുക്ക് ഫിസിക്സ് ജനറൽ പഠിക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിനെ കൂടി ഫോക്കസ് ചെയ്ത് അതിനും കുറച്ച് അഡീഷണൽ ക്ലാസ്സുകൾ നമുക്ക് തന്ന് ആ രീതിയിലൊരു കോഴ്സ് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ NVT 30 എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ പോസിബിലിറ്റീസ് എല്ലാം നോക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പഠനം വിടാതെ ആ പഠനവുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാവട്ടെ, അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള പഠനവും മുന്നോട്ട് വരണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എൽവിക്കിനോടൊപ്പം യാത്ര ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ അതുസാനോടൊപ്പം യാത്ര ചെയ്യാനാണെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ ഉണ്ട്. നിങ്ങൾ ആ കോൺടാക്ട് നമ്പർ ഒന്ന് ജസ്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞുതരാം.
അപ്പോൾ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ആ കോൺടാക്റ്റിൽ ഒന്ന് വിളിച്ചാൽ മതി. അപ്പോൾ എന്തായാലും മക്കളെ നന്നായിട്ട് പഠിക്കൂ, എല്ലാം പോസിറ്റീവായിട്ട് വരട്ടെ. നമുക്ക് എന്തായാലും ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് ബൈ ബൈ.